ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഡോക്ടർ. അപ്പോൾ എല്ലാവരുടെയും അല്ലെങ്കിൽ മിക്ക ആളുകളുടെയും ഒരു പ്രശ്നമായിരിക്കാം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക എന്നതൊക്കെ, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഫീലിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചില ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്ലി ഇമോഷണൽ ആയി പോവുക, അതിന്ന് ഓവർകം ചെയ്യാൻ പെട്ടെന്നൊന്നും പറ്റാതെ വരിക. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ ഈ ഒരു മെഡിക്കൽ സൈഡ് വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ ഇതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഇങ്ങനത്തെ കേസസ് ഒക്കെ കോമൺ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഇത് കുറെ ഒരു പേഴ്സണാലിറ്റിന്റെ ഭാഗമാണ്. അവരുടെ പാരന്റൽ ജനറ്റിക് ആയിട്ടും കുറെയൊക്കെ ഇത്തരം ഈ ദേഷ്യങ്ങളും ഇമോഷൻസ് ഒക്കെ വരാം. ഇപ്പൊ നിങ്ങളെ പാരന്റ്സിന്റെ പശ്ചാത്തലം അങ്ങനെയാണ്, ഫാദർ ആണെങ്കിലും അല്ലെങ്കിൽ അമ്മയാണെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് എടുത്തുചാട്ടക്കാരിയായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങളിലും അത് റിഫ്ലക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. എന്നാൽ എല്ലാ മക്കളിലും ചിലപ്പോൾ റിഫ്ലക്ട് ചെയ്തോളന്നില്ല, ചില മക്കളിൽ അത് പ്രകടമാവും. അതാണ് നമ്മളെ കുടുംബങ്ങളും റിലേറ്റീവ്സ് ഒക്കെ ചിലപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ പറയും, ഇവൻ അവൻ്റെ അച്ഛൻ്റെ മാതിരി തന്നെയാണ്, ഇവൻ അവൻ്റെ അമ്മ പോലെയാണ്, അമ്മൻ്റെ അതേ ക്യാരക്ടറാണ് എന്നൊക്കെ പറയും എൽഡേഴ്സ് ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ കോയിൻസിഡൻസിൽ വരികയാണ്, അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടൊന്നുമല്ല. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എൻ്റെ ചില ക്യാരക്ടേഴ്സൊക്കെ തന്നെ എൻ്റെ ഫാദറിനും ഒക്കെ ആയിരിക്കും. അത് നമ്മൾ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കുന്നതല്ല, യാദൃശ്ചികമായിട്ട് ഇൻഹെറിറ്റഡ് ആണ്. അപ്പോൾ ആ സ്വഭാവത്തിൽ വരുന്ന പേഴ്സണാലിറ്റിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇമോഷൻസ് പല കാര്യങ്ങളും, ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ചില ജോലിയിലൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു മേഖലയിൽ കടന്നു പോകുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു വൺ മാൻ ഷോ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ വീട്ടിൽ ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരാളൊക്കെ ആണെങ്കിൽ, അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. ആ ഫ്രസ്ട്രേഷൻസ് എനിക്ക് അങ്ങനെ അങ്ങോട്ട് വെന്റിലേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അത് ഞാൻ ഏറ്റവും കൂടുതൽ കാണിക്കുക എൻ്റെ വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്തൊക്കെയാണ്. പുറത്തുള്ള ആളുകളുടെ അടുത്തേക്ക് ഞാൻ കുറച്ചുകൂടി കൺട്രോൾ ചെയ്യും. പക്ഷേ എൻ്റെ വേണ്ടപ്പെട്ട എൻ്റെ മക്കളെടുത്ത്, എൻ്റെ സ്റ്റാഫ്, എൻ്റെ മുന്നിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, ഇവരോടൊക്കെ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടൊക്കെ പറയും. കാരണം അവരുടെ അടുത്ത് എനിക്കൊരു റൈറ്റ് ഉണ്ട്, അങ്ങനെ പറയാൻ ഒരു അവകാശം ഉണ്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നണോണ്ടാണ് അത് പറയുന്നത്. പക്ഷെ മറ്റുള്ള ആളുകളോട്, സ്ട്രേഞ്ചേഴ്സ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട്. പിന്നെ ഈ ഇമ്പൾസിവിറ്റി പൊതുവേ ഇപ്പോൾ കൂടിയിരിക്കണം, നമുക്കുള്ള ക്ഷമ കുറേ കുറഞ്ഞിരിക്കണം. അതിന് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൻ്റെ ഒരു നെഗറ്റീവ് യുഗമാണ്. കാരണം മുൻകാലങ്ങളിലൊക്കെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഒരു സാധനത്തിന് റിക്വസ്റ്റ് ചെയ്താലും അത് കിട്ടണമെങ്കിൽ ആ സമയം കാത്തിരുന്നിട്ട് തന്നെ കിട്ടുള്ളൂ. ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണല്ലോ നമുക്ക് ഇവിടെ വന്നത്, അല്ലാതെ നോക്കത്ത ദൂരത്തൊന്നല്ല. അപ്പം അതിനു മുമ്പ് എന്തായിരുന്നു, നമ്മൾ സാധാരണ ലാൻഡ് ഫോണുകളും മറ്റൊക്കെ ആയിരുന്നു. ഈ ലാൻഡ് ഫോണിൽ തന്നെ പല കോളുകളും നമ്മൾ ട്രങ്ക് ബുക്ക് ചെയ്യുന്നൊക്കെ പരിപാടി ഉണ്ട്. എത്ര ആൾക്കാർക്ക് അറിയാം ഈ ട്രങ്ക് ബുക്കിംഗ് എന്താന്ന്? ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് അറിഞ്ഞോളുന്നില്ല. അപ്പോൾ നമ്മൾ ഫോൺ ബുക്ക് ചെയ്തിട്ട് എക്സ്ചേഞ്ചിലേക്ക് നമ്പർ വിളിച്ച് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അയൽവക്കക്കാർ ഈ കുറേ കാലഘട്ടം എനിക്കൊക്കെ ഓർമ്മയുണ്ട്, അയൽവക്കക്കാർ ഗൾഫിൽ നിന്നൊക്കെ അവരുടെ ഹസ്ബൻഡ്സോ അച്ഛനോ അമ്മയെ വിളിക്കുമ്പോൾ നമ്മളെ വീട്ടിലെ ഫോണുള്ളെങ്കിൽ അവിടെ വന്ന് നിൽക്കുന്നത്. എന്താണ് അവർ നിൽക്കുന്നത്? കുറേ നേരമായി കാത്തിക്കുന്നു, ഫോൺ വരാൻ ചാൻസ് ഉണ്ട്, മകൻ വിളിക്കും അല്ലെങ്കിൽ ഭർത്താവ് വിളിക്കുന്നുണ്ട്. അത് മാറി, ഇപ്പം എല്ലാവരും കയ്യിൽ ഫോണാണ്. അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഒരിടക്ക് വരെ നമ്മുടെ നാട്ടിലെ എല്ലായിടത്തും STD ബൂത്തുകളുടെ ബോർഡ് കാണാത്ത അങ്ങാടിയില്ലേ? ഇപ്പം അത് പാടെ ഇല്ല. ഇപ്പം എല്ലാവരും സെൽഫായിട്ട് ഇൻസ്ട്രുമെൻ്റ് ആയി. അപ്പോൾ നമുക്ക് വിചാരിച്ച കാര്യങ്ങൾ അപ്പം തന്നെ കിട്ടണം. ഇപ്പോൾ നമ്മൾ ഈ ആക്രമണങ്ങൾ വളരെ കൂടിപ്പോൾ നമ്മളെ ആക്രമണങ്ങൾ പലതരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളായിക്കോട്ടെ, മറ്റുള്ള മോഷണങ്ങളായിക്കോട്ടെ, മറ്റു കൊലപാതകങ്ങളായിക്കോട്ടെ വളരെ കൂടി. അതിനൊക്കെ ആസൂത്രിതമാക്കാൻ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന സംഭവം എന്താണ്? ഈ ഡിജിറ്റൽ കാര്യങ്ങളാണ്. അതിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഓരോരുത്തരായിട്ട് ലിങ്ക് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ എത്തി, നീ ഇവിടെ എത്തി, ഒരാളെ നമ്മൾ ടാർഗറ്റ് കാണിച്ച അയാൾ ഇവിടെ എത്തി, ഇന്ന സ്ഥലത്തെത്തി, ഇന്ന ഏരിയ കവർ ചെയ്തു, ഇന്ന വണ്ടിയിലാണ്, അവരെ ഇന്ന ഷർട്ടാണ്, കളർ ഡ്രസ്സ് ഇതാണ്, അവരുടെ വേഷം ഇതാണ്, അവരുടെ മുടി സംവിധാനം എങ്ങനെയാണ്, ഇതൊക്കെ മറ്റേ ആൾക്ക് അപ്പക്ക് എത്തിച്ചു കൊടുത്തിട്ട് അയാൾ പ്ലാനാണ്. അതെന്തെങ്കിലും നടന്നില്ലെങ്കിൽ അതിനൊക്കെ തടസ്സങ്ങൾ വരികയാണ്. അപ്പോൾ അയാളെ ദേഷ്യങ്ങളും അയാളെ കൺട്രോളും എന്നൊക്കെ വിട്ടുപോയി. അപ്പോൾ ഇമ്പൾസിറ്റി ഭയങ്കര കൂടുതലാണ്. മുൻകാലത്ത് ഇപ്പോൾ നമ്മളൊരു ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അത് വീട്ടിൽ വന്നിട്ട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ നോക്കും, അടുക്കളയിലുള്ള സാധനങ്ങൾ ഒപ്പിച്ചിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കഴിക്കും. അതല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കട നോക്കിയിട്ട് പോകണം, അവിടെ പോയിട്ട് കഴിച്ചു വരണം. ഇപ്പം നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത് എന്താ വെച്ചാൽ, ആദ്യം നമ്മൾ ഡിവൈസ് എടുത്ത് മൊബൈൽ എന്തെടുത്ത് അതിലെ ആപ്പ് നോക്കിയിട്ട് നമ്മൾ അതിൽ ബുക്ക് ചെയ്യാൻ പറ്റും നോക്കും. ഇപ്പോൾ മുമ്പ് പ്രണയാഭ്യർത്ഥനകൾ, നമ്മളൊക്കെ ഒരു പ്രേമ അഭ്യർത്ഥനകളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കുട്ടിയോട് നമുക്കൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് കുറേ കാലം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുന്നു. അതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഒറ്റയടിക്ക് നടക്കുന്ന കാര്യമല്ല. കുറേ കാലം അത് കൊണ്ടു നടക്കുന്നു.
ആ കൊണ്ട് നടന്നിട്ട് ഞാനത് അവതരിപ്പിക്കണ്ടേ എന്നടക്കം ഞാൻ ചിന്തിക്കുന്നു. കൊടുത്താൽ എന്തെങ്കിലും ഞാനൊരു ലെറ്ററോ മറ്റോ കൊടുത്താലോ, അല്ലെങ്കിൽ ഞാൻ ദൂതൻ മുഖേന അത് മെസ്സേജ് കൈമാറി കഴിഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ, അവരത് ഏത് സെൻസിലെടുക്കും, അത് റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവും, അത് റെഫ്യൂസ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ എന്നൊക്കെയാണ്. അപ്പം തന്നെ ഞാൻ തന്നെ എൻ്റെ മനസ്സിന് എന്നോട് ഉത്തരം പറയും, സപ്പോസ് അവരങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെ ഒരു ജനറലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മറുപടി ഞാൻ തന്നെ കൊടുക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അപ്പം എന്താ പ്രശ്നം, അങ്ങനെ എത്ര ആൾക്കാരുണ്ട് നാട്ടിൽ, അപ്പോൾ ഇല്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, അവരെ വാടായി, ഞാൻ എൻ്റെ ലോകത്ത് പോകും. ഇങ്ങനെയൊക്കെയുള്ള ഓരോ തീരുമാനങ്ങൾ എടുക്കും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ ഇയാളോടൊരു ഇഷ്ടമാണ്, ഞാൻ നിന്നോട് അങ്ങ് നേരെ ചൊവ്വയാൻ പറയാണ്. അപ്പം തന്നെ നിൻ്റെ മറുപടി ഉടനെ കിട്ടുകയാണ്, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പം പിന്നെ എൻ്റെ മനസ്സ്, ഇയാളാരാ അങ്ങനെ പറയുന്നത്, അങ്ങനെ പറഞ്ഞു, എന്നാൽ പിന്നെ അയാൾ അങ്ങനെ വിട്ടേക്കാൻ പറ്റില്ല, അയാൾ എന്തെങ്കിലും ചെയ്യണം, അയാൾ അങ്ങനെ ജീവിക്കണം. അല്ലെങ്കിൽ നീ ഇനിയിപ്പോൾ വേറൊരാളെ ഞാൻ നാളെ കാണുകയാണ്, എന്നെ റെഫ്യൂസ് ചെയ്തു, നീ വേറൊരാളായിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻ, വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രണ്ട്ലി റിലേഷൻ ആണെങ്കിൽ അപ്പോൾ എനിക്ക് ഇറിറ്റേഷൻ, എൻ്റെ ഈ മനസ്സിൽ ഈ ഫ്രസ്ട്രേഷൻ കിടക്കുകയാണ്. അപ്പോൾ നിന്നോടൊരു എതിർപ്പ്, അത് നിന്നെ അങ്ങനെ വിടാൻ പറ്റില്ല, അവളങ്ങനെ ഫ്രീ ആക്കി വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്, എന്നെ റിജക്റ്റ് ചെയ്തില്ല, അപ്പോൾ അവൾ അങ്ങനെ ജീവിക്കണ്ട, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു പ്രശ്നം വരികയാണ്. അപ്പം ഇങ്ങനെ ഈ കാര്യങ്ങളെ ത്വരിതപ്പെടുത്തി കൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്തിരുന്നത് നമ്മളെ ബ്രെയിനിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ബ്രെയിനിൻ്റെ ഈ ഫ്രണ്ട് സൈഡിലുള്ള ഭാഗങ്ങളാണ് ഇത് ചെയ്തിരുന്നത്. ആ ഭാഗത്തിൽ ചെയ്യുന്ന വർക്കുകൾ ഇല്ലാതായി കുറേയൊക്കെ ഈ ഡിജിറ്റലൈസേഷൻ കൂടിയപ്പോൾ. അപ്പോൾ നമ്മൾ ഈ ബ്രെയിനിലെ ഡോപ്പമിൻ ലെവൽ ഇൻക്രീസ് ആകുമ്പോൾ നമുക്കൊരു ഹൈപ്പർ എനർജറ്റിക് ആയിട്ടൊരു ഫീലിങ്ങും ഒരു കറേജിയസ് ആയിട്ടുള്ള ഒരു ഫീലിംഗും ഒക്കെ കിട്ടുകയും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെപ്പോഴും നമ്മൾ മുൻകരുതി കൊണ്ട് വേണം ഇത്തരം ഇതിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മൾ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ സ്വയം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കാനും ഈ എടുത്തുചാട്ടങ്ങളും ദേഷ്യത്തിൻ്റെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഇമേജ് നഷ്ടപ്പെടുന്നത്, നമുക്ക് മറ്റ് സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ തന്നെ സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് തന്നെ കിട്ടുകയാണെങ്കിൽ അവർക്ക് തന്നെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അതിൽ തിരുത്താൻ പറ്റാതെ വരുന്ന അവസ്ഥയിലാണ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവരതിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള ചില ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് ആ അഗ്രഷനെ നമ്മളെ എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് അവരെ സ്റ്റഡി ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ഇത് മാറ്റിയെടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളുടെ സുഹൃത്തുക്കൾ ഫ്രണ്ട്സിനോടാണെങ്കിലും അതുപോലെ തന്നെ മറ്റു പരിചയത്തിലുള്ള കസിൻസിനോടാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഡയലോഗുകളാണ്, നീ എന്തൊരു നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ കൂളാവ്, എന്തിനെങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്, ഇങ്ങനത്തെ പല ഡയലോഗുകൾ നമ്മൾ സ്ഥിരം നമ്മുടെ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ കസിൻസിനോടും പരിചയത്തിലുള്ള പല ആളുകളോടും പറയാറുണ്ട്. അപ്പോൾ പല ആളുകൾക്കും ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും എന്തും നെഗറ്റീവ് സൈഡ് മാത്രം കാണുന്ന, നെഗറ്റീവ് അടിക്കുന്ന ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ട് കരഞ്ഞ് ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യേണ്ട ആ ഒരു ഗൗരവത്തോടെ അല്ലാതെ അതിനെ വളരെ ഇമോഷണലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ തന്നെ ഡോക്ടർ എനിക്ക് തോന്നുന്നു കൗൺസിലിങ്ങും അതുപോലെ തന്നെ മെഡിറ്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട്, അതെ, റെഗുലർ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. യെസ്. അപ്പോൾ ഈ വരുന്ന തലമുറയും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള എല്ലാ ആളുകളും ഇതുപോലെ മെഡിറ്റേഷൻ, യോഗ പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. Till then, this is me, Shivani, signing off. Bye bye.